കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണമില്ല. ഇക്കാര്യത്തിലടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ദൃശ്യത്തിലേക്ക്. ഒരു കേസെടുത്താൽ MLA നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. അതിന് 100-100ലധികം പോലീസുമായിട്ട് രാത്രി ചെന്ന് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും അവിടെ നിലവിലില്ല. അപ്പോൾ അത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പിന്നെ ഒരു വിഷയമുണ്ട് അവിടെ. കാരണം ഈ വന്യജീവി മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൽ ആന ചവിട്ടി കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ്. ഗവൺമെൻറ് നിസ്സംഗരായിരിക്കുകയാണ്, ഒരു കാര്യവും ചെയ്യുന്നില്ല. വന്യജീവികളുടെ ആക്രമണവും പുതിയ വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാകും. അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം ആ സമരത്തിന് MLAക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? MLAയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു, ഇത് കേരളമാണ്. ഈ 12-ാം തീയതി ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ PV അൻവറിന്റെ മുന്നണി പ്രവേശനം അടക്കം ചർച്ച ചെയ്യുമോ? അതിന് എളുപ്പത്തിലുണ്ടാകുമോ? രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല. അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം. അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല. ആരാ സ്വാഗതം ചെയ്ത്? അല്ല, UDF അല്ലേ തീരുമാനിക്കേണ്ടത്. UDF ഒരു കക്ഷി എടുക്കണമെങ്കിൽ UDF ആണ് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ആലോചിക്കും. അല്ല, MLA അടിച്ചു തകർത്തൊന്നുമില്ലല്ലോ. MLA അടിച്ചു തകർത്തായിട്ടുള്ള വിഷ്വൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ PV അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനൗപചാരിക ചർച്ചകൾ നടന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കം പറയുന്നുണ്ട്. അടുത്ത UDF യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്യുന്നു. എനിക്കറിയില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ UDFന്റെ ചെയർമാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല. ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ UDF നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അല്ലല്ല, ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തുടനീളം കോൺഗ്രസും UDFും ആ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ UDF യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ്. വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം, ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് UDF രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ UDF യോഗം. അപ്പോൾ ആ കോസിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ ഇത്. ആരായാലും ഇപ്പം എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി പാതിരാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ അത്തരക്കാരനല്ല. എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും, അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആളെ ഒരു MLA രാത്രി വീട്ടിൽ കയറി 100-120 പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത്? എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ, താങ്കൾക്ക് പേരിൽ കേസെടുത്തിട്ടുണ്ട്, താങ്കൾ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, അല്ലെങ്കിൽ കോടതി